PRO കമാൻഡർ അബ്ദുൽ പിള്ള നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സർ, ഇപ്പോൾ നേവിയുടെ സംഘവും അവിടെ ഉണ്ടല്ലോ, എങ്ങനെയാണ് അതൊരു ഈ ഈശ്വർ മാൽപ്പെ ടീമിന് സപ്പോർട്ടാണോ അതോ സെപ്പറേറ്റ് ഓപ്പറേഷൻ അവിടെ നടത്തുന്നുണ്ടോ നേവി? നേവി ഡൈവ് ചെയ്യുന്നത് നേവിയുടെ സോണാർ ഓപ്പറേഷൻസ് ചെയ്തായിരുന്നു ഡേ ഫോർ യെസ്റ്റർഡേ. അപ്പൊ ആ സോണാർ ഓപ്പറേഷൻസ് ചെയ്തപ്പം അന്ന് നമ്മൾ സോണാർ ഓപ്പറേഷൻ ചെയ്തതും ഇന്നലെയും ഡേ ഫോർ യെസ്റ്റർഡേ നമ്മൾ ചെയ്തതും അതിന്റെ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞിട്ട് 2-3 ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷൻ നമ്മൾ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനും ഷെയർ ചെയ്തിട്ടുണ്ട്, പ്ലസ് ഈ ഡൈവേഴ്സും ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ഒരു ഡിസ്കഷനിൽ ഡൈവേഴ്സ് ആ ലൊക്കേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഓരോ ഈ 3-4 ലൊക്കേഷനിൽ ഡൈവേഴ്സ് ഡൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് നമുക്ക് നമ്മളോട് മീൻസ് ഈ ബോട്ടിലിരിക്കുന്ന ഓഫീസറിനോട് പറയും അവിടെ എന്തോ ഉള്ളതെന്നുള്ള. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കൺഫർമേഷൻ പറയാൻ പറ്റുള്ളൂ എന്തോ അവിടെ കിടക്കുന്നത് ഇപ്പൊ ചെയ്യുന്ന ഡൈവ് ചെയ്യുന്ന സ്ഥലത്ത്. നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്ത സ്പോട്ടുകൾ തന്നെയാണോ വീണ്ടും ഐഡന്റിഫൈ ചെയ്യുന്നത്? നേരത്തെ നമ്മൾ ഡിറ്റക്ട് ചെയ്ത പ്രോബിൾ ലൊക്കേഷൻ 1 ഇപ്പൊ അന്ന് കണ്ട കോണ്ടാക്ടില് വീണ്ടും മണ്ണ് വന്ന് അടിഞ്ഞിട്ടുണ്ട് അത് മണ്ടേ. അറ്റ് ദ സെയിം ടൈം ഒരു പുതിയൊരു കോണ്ടാക്ട് വന്നിട്ടുണ്ട്, അത് അന്ന് കണ്ടില്ല, പക്ഷെ മീൻസ് മിഞ്ഞാൻ ചെയ്തപ്പോ അത് ആ ഒരു കോണ്ടാക്ട് കണ്ടു. അപ്പൊ ആ സോണാർ ഓപ്പറേറ്റേഴ്സ് അത് കണ്ടത്. സോ ആ ഒരു അവർ അത് അനലൈസ് ചെയ്ത് ആ ഡേറ്റ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ന് അവർ ആ ഡൈവേഴ്സിനെ ബ്രീഫ് ചെയ്തിട്ടുണ്ട്, ആ സോണാർ ഓപ്പറേറ്റേഴ്സ്. അതുപോലെ ഡൈവിംഗ് ടീം ആ ഒരു ബ്രീഫിംഗ് എടുത്തിട്ട് അവർ ആ പർട്ടിക്കുലർ ഏരിയയിലോട്ട് ഡൈവ് ചെയ്യുക. പിന്നെ ഈ കിട്ടുന്ന ലൊക്കേഷൻസ് എല്ലാം നമ്മൾ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനിലും കൊടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ചോദിച്ചത് ഈ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. നേരത്തെ കണ്ടെത്തിയ ഒരു P4 പോയിന്റ് ഉണ്ടല്ലോ, ഈ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ നമ്പ്യാർ ഉൾപ്പെടെ ഉണ്ടായിരുന്ന സംഘം കണ്ടെത്തിയത്, അതുമായിട്ട് നിങ്ങളുടെ ഈ സോണാർ പരിശോധനയിൽ മാച്ച് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ ആദ്യം സോണാർ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരു 4-5 ലൊക്കേഷൻസ് കിട്ടിയായിരുന്നു. അതെ, അതിൽ പ്രോബിൾ ലൊക്കേഷൻസ് ഞങ്ങളത് പറഞ്ഞായിരുന്നു 1, 2 or 3 ലൊക്കേഷൻസ് ആയിരുന്നു പറഞ്ഞത്. ബാക്കി ലൊക്കേഷൻസ് പ്രോബിൾ ആയതുകൊണ്ട് നമ്മൾ പക്ഷെ ഓൾ ദി ലൊക്കേഷൻസ് ഞങ്ങൾ ഷെയർ ചെയ്തായിരുന്നു സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ കൂടെ. അതുപോലെ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ അത് എല്ലാ ടീംസും ഇന്ദ്രബാലൻ സാറിന്റെ ടീമും ഈ മാൽപ്പയുടെ ടീമും എല്ലാവർക്കും ഷെയർ ചെയ്തായിരുന്നു ഞങ്ങൾക്ക് കിട്ടുന്ന ലൊക്കേഷൻ ബേസ്ഡ് ഓൺ സോണാർ സ്കാനിങ്. അത് കഴിഞ്ഞിട്ട് ഡേ ഫോർ യെസ്റ്റർഡേ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അന്ന് പ്രോബിൾ ലൊക്കേഷൻ ടാർഗറ്റ് 1 പറഞ്ഞില്ല, ആ ലൊക്കേഷനിൽ ഇന്നലെ ഡേ ഫോർ യെസ്റ്റർഡേ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പം അവിടെ ഒന്നുകൂടെ സെഡിമെന്റ്സ് വന്നു, മണ്ണ് ഒന്നുകൂടെ അവിടെ വന്നിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഒരു പുതിയൊരു ഇത് വന്ന് അവിടെ അത് ഒരു പുതിയൊരു കോണ്ടാക്ട് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്കത് കൺഫേം ചെയ്യാൻ ഇതിൽ ഏതാ ഉള്ളതെന്ന് വെച്ചാൽ അത് ഡൈവിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അത് ആ ഡൈവിംഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ നമുക്ക് ക്ലാരിറ്റി വരത്തുള്ളൂ ഏതാ ഈ കോണ്ടാക്ട്സ് എന്നുള്ള. നിങ്ങൾ എത്ര പേരടങ്ങുന്ന എത്ര മെമ്പേഴ്സിന്റെ ടീമാണ് സാർ ഇപ്പൊ അവിടെ ഉള്ളത്? ഒരു വട്ടം ഒരു ഡൈവർ താഴെ പോകുമ്പം ഞങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ വെച്ചിട്ട് വേറൊരു സ്റ്റാൻഡ് ബൈ ഡൈവറും ആ ബോട്ടിൽ തന്നെ കാണും. അത് തന്നെ അല്ലാതെ ഒരു ഡൈവിംഗ് സൂപ്പർവൈസർ കാണും, പുള്ളിക്കാരൻ ഈ ഡേറ്റ ഒക്കെ നോക്കും. ഡൈവേഴ്സ് ഇപ്പം നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഡൈവർ താഴോട്ട് പോയിട്ട് ഇതുവരെ മേപ്പോട്ട് വന്നിട്ടില്ല. സോ ഹി വിൽ ആ ഒരു പുള്ളിക്കാരന്റെ ഒരു സിലിണ്ടറിന്റെ പ്രഷറും പിന്നെ എത്ര ടൈം വരെ ഉണ്ടെന്ന് അത് ഡൈവിംഗ് സൂപ്പർവൈസർ. അതല്ലാതെ തന്നെ നമുക്കൊരു അണ്ടർ വാട്ടർ കമ്മ്യൂണിക്കേഷൻ സെറ്റും ഉണ്ട്. സോ ഡൈവറിന് അവിടെ എന്തോ കാണുന്നത് അതല്ലെങ്കിൽ അവൻ എന്തോ ഫീൽ ചെയ്യുന്നത് അതാണ് ആ ഡൈവിംഗ് സൂപ്പർവൈസറിനോട് ടെലിഫോണിക്കലി പുള്ളിക്കാരൻ പറയുന്നുണ്ട് അവിടെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഡിഫൻസ് PRO ആണ് കമാൻഡർ അബ്ദുൽ പിള്ള, അദ്ദേഹമാണ് നമ്മോട് വിശദീകരിച്ചത് സാഹചര്യങ്ങൾ. അവിടെ രക്ഷാദൗത്യം പുരോഗമിക്കുന്നു. നാവികസേനയുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ സ്പോട്ടുകളിൽ കേന്ദ്രീകരിച്ചാണ് അവിടെ മുങ്ങൽ വിദഗ്ധർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. KV ബൈജു വീണ്ടും നമ്മോടൊപ്പം ഷെഡ്യൂളിൽ തുടരുന്നുണ്ട്. ബൈജു, ഇപ്പോൾ ഡിഫൻസ് PRO കമാൻഡർ അബ്ദുൽ പിള്ള സൂചിപ്പിച്ചതുപോലെ ഈ നേവിയുടെ സംഘവും അവിടെ മുങ്ങി പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ ഈശ്വർ മാൽപ്പെ ടീമിനും അവർ വിവരങ്ങൾ കൈമാറുന്നുണ്ട്, സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷനും വിവരങ്ങൾ കൈമാറുന്നുണ്ട്. കൂടുതൽ ഫലവത്തായിട്ടുള്ള ഒരു തെരച്ചിലേക്ക് എത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. എന്താണെങ്കിലും നമ്മൾ കാണാൻ കഴിയുന്ന പോലെ എല്ലാവരും തന്നെ ആ മൺകൂനയ്ക്ക് ഇപ്പുറ ഭാഗത്തുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് എന്ന് തോന്നുന്നു. ആ മൺകൂനോട് ചേർന്നുള്ള ഭാഗങ്ങളിലേക്കൊന്നും പരിശോധന നീണ്ടിട്ടില്ല. അവിടെ കൂടുതൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഭാഗത്ത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.